Hello Google. Hello Google. Hey Google. I'm hungry. Sorry, I don't understand. Hello Google. Hi Google. Chinese. In Chinese, that's 我饿了. അവിടെ കാണുന്നത് സ്വീഡനാണ്. ചെറുതായിട്ട് കാണുന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ ഉള്ളത് ഡെൻമാർക്കാണ്. ബ്യൂട്ടിഫുള്ളായ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇത്രയും ബ്യൂട്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക് വെഹിക്കിൾ. ലോകത്തിൽ ആദ്യത്തെ മാസ് പ്രൊഡക്ഷൻ ഫാമിലി ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവന്നത് നിസാനായിരുന്നു. നിസാൻ്റെ ലീഫ് 2010 അത്. ഇന്നിപ്പോൾ 2025 ആകുമ്പോൾ 15 വർഷം ആയി. നമ്മളും ലൈവിൽ 15 വർഷമായി. ഈ 15 വർഷത്തിൽ നിസാൻ ആ 15 വർഷം ആഘോഷിക്കുന്ന ഈ പുതിയ 3rd ജനറേഷൻ ലീഫിലൂടെയാണ്. കംപ്ലീറ്റ്ലി പുതിയൊരു വണ്ടിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല. ആദ്യ 2 ജനറേഷൻ വന്നിരുന്ന ഒരു വലിയൊരു ഹാച്ച് ബാക്ക് പോലെയാണ്. ഇപ്പം വന്നിരിക്കുന്ന ഒരു സ്പോർട്ടി ആയിട്ടുള്ള ക്രോസ് ഓവർ SUV ആയിട്ടാണ്. ഈ ലീഫ് പുതിയ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതിൻ്റെ ഡ്രൈവിനാണ് ഇവിടെ കോപ്പൻഹേഗനിൽ വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ലീഡിങ് ഇക്കോ ഫ്രണ്ട്ലി അഫോർഡബിൾ ഫാമിലി കാർ, അതാണ് ലീഫ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലയല്ല. അപ്പോൾ നമ്മളെല്ലാവരും ആയിരിക്കും ഇലയാണെന്ന്. ഇലയും ഉദ്ദേശിക്കേണ്ടാവും ഗ്രീൻ വെഹിക്കിൾ എന്നൊരു. ഇതാണ് ആക്ച്വലി അതിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ലീഡിങ് ആയിട്ട് നിൽക്കുന്ന എന്ന് പറയാൻ കാരണം അന്ന് നിസാൻ എടുത്ത ഒരു ബ്രേവ് മൂവായിരുന്നു. മറ്റ് ഇലക്ട്രിക്കൽ വെഹിക്കിളെല്ലാം തന്നെ വളരെ കുറച്ച് മാസ് വോളിയം, അതുപോലെ തന്നെ വില കൂടിയിട്ട് ലക്ഷറി വെഹിക്കിൾ അല്ലെങ്കിൽ പ്രീമിയം വെഹിക്കിൾ ഇറക്കുന്ന സമയത്താണ് നിസാൻ ഇങ്ങനൊരു മൂവ് എടുത്തിട്ട് ഫസ്റ്റ് ഒരു മാസ് വോളിയം ഫാമിലി വെഹിക്കിൾ കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ 15th ഇയർ ആകുമ്പോൾ 3rd ജനറേഷനാണ്. ലാസ്റ്റ് ജനറേഷൻ ഞാൻ ഓടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ജനറേഷൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മോഡൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ന്യൂ ആണ്. കാരണം ഇന്നിപ്പം ആ ഒരു സിറ്റുവേഷനല്ല. ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ വന്ന ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ലീഫ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ബാറ്ററി പാക്ക് ഉണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട് ബാറ്ററിയിൽ, നല്ല റേഞ്ച് ഉണ്ട്, പവർ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ വളരെ അട്രാക്റ്റീവായ ഡിസൈൻ വന്നിട്ടുണ്ട്. യൂറോപ്പിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിലെ പ്ലാന്റിലാണ് ഈ പുതിയ ലീഫ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഉടനെ വരുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും പറയുന്നത്. പക്ഷേ ഈ വർഷം എന്തായാലും WCOTയിലെല്ലാം ഒരു കണ്ടൻറ്ററായിട്ടുള്ള ലീഫ് ഭാഗമായതുകൊണ്ടാണ് ഞാനെല്ലാം ഇന്ന് ഡ്രൈവിന് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഡിസൈൻ നോക്കാം. ഡിസൈനിൽ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം നോക്കാം. എന്തായാലും ഈ ഒരു കളർ, ഒരു ടെയിൽ കളർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുതിയൊരു ഡിസൈൻ ലാംഗ്വേജാണ് നിസാൻ ലീഫിൽ കൊണ്ടുവന്നത്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ലാംഗ്വേജാണ്. കണക്ട് ചെയ്ത് നിൽക്കുന്ന TRൽ കാണാം. ഇവിടെ ഈ ഒരു എലമെൻറ്റ്, ഈ ഒരു സ്ക്വയർ എലമെൻറ്റ് ശരിക്കും വളരെ അട്രാക്റ്റീവാണ്. അത് പല ഭാഗത്തും റിഫ്ലക്റ്റ് ചെയ്യേണ്ട, അതെന്ന് ഞാൻ ഡീറ്റെയിൽ പറയാം. ഇവിടെ ലീഫ് എന്ന് വളരെ മൈൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. നിസാൻ്റെ ലോഗോ അത് ഇല്ലുമിനേറ്റ് ചെയ്യും. ഈ ഒരു കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ചിരിക്കുന്ന സ്മൈലിംഗ് ഫേസാണ് വന്നിരിക്കുന്നത്. താഴേക്ക് ഒരു SUV ക്യാരക്ടറുള്ള ഇവിടെ ഒരു എയർ വെൻ്റ് ഉണ്ട്. അത് വണ്ടിയുടെ ഫ്ലോ അനുസരിച്ചിട്ട് ഷട്ട് ആവും. ബേസിക്കലി എയറോഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിസാൻ ഇതുവരെ ഇറക്കിയതിൽ ഏറ്റവും എയറോഡൈനാമിക് ഉള്ള കാറാണത്. 0.24 ആണ് ഡ്രാഗ് കോഫിഷ്യൻ, വിച്ച് മീൻസ് GTRനേക്കാളും എയറോഡൈനാമിക് ആയിട്ടുള്ള വണ്ടിയാണിത് എന്നുള്ളതാണ്. ഇപ്പോൾ എയറോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള മാത്രമല്ല, അണ്ടർ ബോഡി എല്ലാം തന്നെ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്ലാറ്റ് അണ്ടർ ബോഡിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു കാര്യം നമുക്ക് ഫ്രണ്ടിൽ നിന്നും കാണുമ്പം തോന്നുന്നെങ്കിലും എയറോഡൈനാമിക് ആയിട്ടുള്ള വണ്ടിയാണ്. പൊണ്ടൊന്നും ശരിക്കും ഒരു ക്യാരക്ടർ ഉള്ളത് ഒരു SUVയുടെ ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ്. കുറച്ച് ബോൾഡ്നെസ് എല്ലാം തോന്നിക്കുന്നുണ്ട്. എന്തായാലും ഈ ലുക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ കമൻറ്റിൽ പറയാം. സൈഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് അട്രാക്ഷൻ തോന്നുന്നത് ഈ ഷോർട്ട് ഓവർ ഹാങ് ആണ്. ഇത്രയും വരുന്ന ബോണറ്റാണ് വരുന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന വീൽസ്, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ലൈറ്റിൽ കണ്ട പോലത്തെ എലമെൻറ്റ് വന്നിട്ടുണ്ട്. 19 ഇഞ്ച് വീലാണ്. ഇതും എയറോഡൈനാമിക് വീലാണ്. 18 ഇഞ്ച് ഓപ്ഷൻ ഉണ്ട്, കുറഞ്ഞ റേഞ്ചുള്ള മോഡലിന് അതുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഈ 2 വര, അത് പല സ്ഥലത്തും കാണാം. ഇത് മീൻ ചെയ്യുന്നത് എന്താ? 23 എന്നാണ്. 23 എന്ന് പറഞ്ഞാൽ നിസാൻ എന്ന വാക്കിന് നിസാൻ 2 പിന്നെ സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, അതാണ് 23 എന്നാണ് പോലും ജപ്പാനീസ് ഇതിൽ. അപ്പോൾ അതാ ഇവിടെ പല ഭാഗത്തും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. 20 ഭാഗത്തുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ നോക്കണം. 20 ആണെങ്കിൽ 23 ആക്കിയിരുന്ന നന്നായി. 23 എണ്ണം എല്ലായിടത്തും ഉണ്ടെന്ന് പറയാം. പക്ഷേ എനിവേ ഇതാണ് ചാർജിങ് പോർട്ട്. നമുക്കിവിടെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞാൽ സിലൗട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നും പില്ലറിൽ തുടങ്ങുന്ന കാര്യം നമുക്ക് റിയറിലെത്തുമ്പോൾ മെർജ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള, അപ്പോൾ ഒരു ക്രോസ് ഓവർ ആൻഡ് ഒരു ബൂട്ട് ലൈക്ക് ഫീൽ, ഒരു ശരിക്കും ഒരു നോച്ച് ബാക്ക് ഫീലാണ് ലഭിക്കുന്നത്.
ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഡുവൽ ടോൺ ആണ്, ഇപ്പോൾ ബ്ലാക്ക് ആണ് ടോപ്പിൽ വരുന്നത്. പ്ലസ് ഡോർ ഹാൻഡിൽസ് ആണ്, അതിനും ഈ ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് കാണാം. സൈഡിലേക്ക് വരുമ്പം ഈ ഒരു റിയർ ഡോറിൻ്റെ ഹാൻഡിൽ ഇവിടെ വന്നിരിക്കുന്നത് സി പില്ലറിൽ. അത് ഞാൻ പറയാറുണ്ട്, എനിക്ക് വലിയ അട്രാക്റ്റീവ് തോന്നാത്ത കാര്യമാണ്. ഇവിടെ ഒരു ബ്ലാക്ക് ഡൗട്ട് ക്രോം വന്നിട്ടുണ്ട്. പിന്നെ ഈ ബ്ലാക്കിന് ആ ബ്ലാക്ക് എലമെൻ്റ് ഈ ബ്ലൂവിനോട് കൂടുതൽ ചേർന്ന് എനിക്ക് തോന്നുന്നു. റിയറിലേക്ക് വരുമ്പം ടെയിൽ ലൈറ്റിൻ്റെ എലമെൻറ്റ് ഇവിടെ കാണാം, അതെല്ലാം തന്നെ അട്രാക്റ്റീവാണ്. ബോൾഡ് വീൽ ആർച്ചസ് ഉണ്ട്, ഡൈനാമിക് ലൈൻ ഉണ്ട്, അതെല്ലാം കൂടി ചേരുമ്പം ഒരു പ്രോപ്പർ SUV ക്യാരക്ടർ ലഭിക്കുന്നുണ്ട്. SUVനേക്കാളേറെ ഒരു സ്പോട്ടി ക്രോസ് ഓവർ ക്യാരക്ടറാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്, അതിൽ നല്ല രസമുണ്ട്. 23 എന്നുള്ള എലമെൻറ്റ് ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണാം. 2 ഹൊറിസോണ്ടലും 3 വെർട്ടിക്കലായിട്ടുള്ള ലൈന്. ഞാൻ പറഞ്ഞാൽ ഇത് എവിടേക്കോ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് തപ്പാൻ ഇപ്പോൾ സമയമില്ല, പിന്നെ നോക്കാം, അതുണ്ടെങ്കിൽ ഞാൻ റീലിൽ കൊണ്ടുവരും. എന്തായാലും ഈ ഒരു സ്ലോപ്പായിട്ട് വന്നിരിക്കുന്ന ക്ലാസ് നല്ലോണം ഇവിടെ മേർജ് ചെയ്ത് പോയിട്ട് ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തപ്പം നല്ല സ്പോട്ടിൽ ക്യാരക്ടർ നിൽക്കുന്നുണ്ട്. ഇത് നിസാൻ തന്നെ വേറെ വണ്ടിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ ഏത് വണ്ടിക്കാണ് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽ വരുന്നുണ്ട് ബൂട്ടിനുള്ള, പിന്നെ ബമ്പറിലാണ് രജിസ്ട്രേഷൻ പ്ലേറ്റും ബമ്പറിൻ്റെ എലമെൻറ്റും നല്ല ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ക്രോമൽ ബ്ലാക്ക് ക്രോമലത്തെ എലമെൻറ്റുകൾ. ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്, അതും നല്ല നീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിലുണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു ഫാമിലി SUVക്കുള്ള സ്പേസ് എന്തായാലും ഉണ്ട്. എനിവേ, ഈ ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് നിസാൻ്റെ റീസെൻ്റായിട്ട് വന്ന Z മോഡൽ 400Zയിൽ നമുക്ക് കാണാം, സ്പോട്ടി ക്യാരക്ടർ. അപ്പോൾ ഒരു സ്പോട്ടി SUV എന്ന് പറയുമ്പം ആ എലമെൻറ്റ് ഇവിടെ കൊള്ളിക്കുക എന്നുള്ളതാണ്, അത് നന്നായി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടുള്ള ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്നുള്ള കാണാൻ പറ്റും. പുറത്ത് നിൽക്കാൻ പറ്റില്ല, തണുപ്പ് കൂടി തുടങ്ങുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, അതാ പ്രശ്നം. എനിക്ക് ഉള്ളിലോട്ട് കയറിയപ്പോൾ സുഖമുണ്ട്. ഇപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈനാണ്, നല്ല മെറ്റീരിയൽസ് ഉണ്ട്, ഫിറ്റ് ആൻഡ് ഫിനിഷ് നന്നായിട്ടുണ്ട്. ഫാബ്രിക്കും അതുപോലെ തന്നെ വേറൊരു തരം സിന്തറ്റിക് മെറ്റീരിയലും കൂടിയിട്ടുണ്ട്. പൈപ്പിംഗ് എല്ലാം കൊടുത്ത് കാണുമ്പോൾ ശരിക്കും പ്രീമിയം ഫീൽ ഉണ്ട്. എന്തായാലും ഇവിടുത്തെ അട്രാക്ഷൻ 14.3 ഇഞ്ചിൻ്റെ 2 സ്ക്രീനാണ്. ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും ഇൻസ്ട്രുമെൻറ്റ് കൺസോളും ഉണ്ട്. സ്റ്റിയറിംഗ് 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. ഇവിടെ ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ഐലൻഡ് പോലെയായിട്ട് AC കൺട്രോൾസ് എല്ലാം ഇവിടെ തന്നെ AC എല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ബട്ടൺസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഡ്രൈവ് സെലക്ഷൻ ഈ ബട്ടണിലാണല്ലോ. ഇവിടെ സെൻറ്റർ ഒരു ഐലൻഡ് ആയാലും നമുക്ക് കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട്. സ്വിച്ചസും എക്കണോമിക്സ് എല്ലാം അടിപൊളിയുണ്ട്. ടെക് ഫീച്ചേഴ്സിൽ 2-3 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഗൂഗിളിൻ്റെ ഇൻ്റർഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിചിതമായിട്ടുള്ള മാപ്പ് എല്ലാം മാപ്പ് ഇവിടെയും റിഫ്ലക്റ്റ് ആവും, ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാം. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ സിസ്റ്റം രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും, അതും വയർലെസ് തന്നെ കണക്ട് ചെയ്യാം. പക്ഷെ അതിൻ്റെ പുറമെ നമ്മൾ കാർ ചാർജ് ചെയ്യുന്ന സമയത്തും ഗെയിമിംഗ് സോഫ്റ്റ്വെയർസ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗെയിം കളിച്ചിട്ടോ അതല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടോ ഇരിക്കാൻ പറ്റും. അതൊരു ഫീച്ചറാണ്. ഇതിപ്പോൾ ഇവർ ഡൗൺലോഡ് ചെയ്ത ബീച്ച് ബഗ്ഗി റേസിംഗ് ഗെയിമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കില്ല. എനിവേ, അങ്ങനെ കളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൺറൂഫാണ്, പാനോറമിക് സൺറൂഫാണ്. ഇതിന് നമുക്കിവിടെ ഷട്ടറൊന്നുമില്ല, പക്ഷേ ഇവിടെ വേറെ രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് ഒപ്പേക്ക് ആക്കണം, അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഓപ്പൺ ആക്കാനും പറ്റും. ഓപ്പൺ ആക്കുമ്പം 2-3 സ്റ്റേജിൽ ഇങ്ങനെ ഒപ്പേസിറ്റി മാറിയിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓപ്പണായി വരും. അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ ഓരോ സ്റ്റേജിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ സ്റ്റേജത്ത് നമ്മുടെ ഇവിടെ ലീഫെന്ന് ഇൻവേഴ്സ് ചെയ്തിട്ട് മിററായിട്ട് ചെയ്ത് കാണാം. അതെന്താ വെച്ചാൽ സൺ ഉണ്ടാകുമ്പം അതിൻ്റെ ഷാഡോ ഇവിടെ അടിക്കുന്ന രീതിയിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഓപ്പൺ ആക്കാൻ പറ്റും. ഇനി ഷട്ടർ വരുന്നില്ലെങ്കിലും ചൂടാവുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. സെയിൻറ്റ് കോബിൻ്റെ ഗ്ലാസ് ആണ്, അതിൻ്റെ ഒരു ടെക്നോളജി നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യില്ല, കാണാനും പറ്റില്ല. പക്ഷേ അവർ ഡെമോൺസ്ട്രേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ശരിക്കും ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എലമെൻറ്റ് കൊടുത്തുകൊണ്ട് ഉള്ളിലേക്ക് ചൂട് വരുന്നില്ല. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. സീറ്റ് അല്പം തൈ സപ്പോർട്ട് കുറവുണ്ട്, പക്ഷേ സൈഡ് ബോൾസ്റ്റേഴ്സും സപ്പോർട്ടെല്ലാം നല്ലതാണ്. ഓടിക്കുമ്പം സെറ്റ് ചെയ്ത് നല്ല സുഖത്തിലിരിക്കാൻ പറ്റുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആണ് ഫ്രണ്ടിൽ. അതുപോലെ തന്നെ വീൽ ബേസും മുമ്പത്തെക്കാളും വലുപ്പം കുറഞ്ഞെങ്കിലും സ്പേസ് ഉള്ളിൽ ആക്ച്വലി പുതിയ ജനറേഷന് കൂടി എന്നവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെയുള്ള റിയർ നോക്കാം. റിയറിലേക്ക് വന്നതിന് ഫസ്റ്റ് അട്രാക്റ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരിക്കാം. അത്യാവശ്യമാണെങ്കിൽ 3 പേർക്ക് എന്തായിരിക്കും. കുട്ടികളാണെങ്കിൽ ഒരു കുട്ടിയും 2 അഡൽട്ടും ഉണ്ടാകുന്ന നല്ലത്. സീറ്റിൻ്റെ ഇവിടെ നമുക്ക് 3 സ്പേസ് കിട്ടുന്നുണ്ട്. ഞാൻ മാക്സിമം സീറ്റ് ബാക്കോട്ടിട്ടുണ്ട്. ഇതാണ് ഏറ്റവും മാക്സിമം പോയിന്റ്. എന്നാലും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്ലോർ കുറച്ച് പൊങ്ങിയിട്ടാണെങ്കിലും കാല് വയ്ക്കാൻ പറ്റും. എന്നാലും കുറച്ച് പൊങ്ങിയിട്ടേ നിൽക്കുള്ളൂ. അതുകൊണ്ട് തൈ സപ്പോർട്ട് കുറച്ച് ലാക്കിയുണ്ട്. ബാക്ക് റെസ്റ്റ്, ഹെഡ് റൂം, ഷോൾഡർ റൂം എല്ലാം ഉണ്ട്. ഇത് അൺഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് റെസ്റ്റിന് ഉപയോഗം കപ്പ് ഹോൾഡറും കിട്ടും. റിയറിലൊക്കെ AC വെൻ്റ് ഉണ്ട്, 2 USB-C ചാർജറുണ്ട്. സൺറൂഫ് ഇവിടെ വരെ ഉണ്ട്, നമുക്ക് വേറെ തടസ്സമൊന്നുമില്ല. എന്നാലും നമുക്ക് ഹെഡ് റൂം കിട്ടുന്നുണ്ട്. സിൽ ഹൈറ്റ് കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് പുറത്തേക്കുള്ള വ്യൂ കുറച്ച് കുട്ടികൾക്കെല്ലാം കോംപ്രമൈസ് ആവും.
പിന്നെ ഈ ഇവിടെ ഒരു ബ്രൈറ്റ് കളർ കൊടുത്തുകൊണ്ട് അഴുക്കാവുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലെല്ലാം വരാണെങ്കിൽ. ഇവിടെ ഒന്നും ചിലപ്പോൾ അത്രയും ആവില്ല. എന്തായാലും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഒരു ഫാമിലി വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ലീഫിലെ സ്പേസ് അടിപൊളിയാണ്. ഇവിടെ ഇപ്പോൾ ഡെൻമാർക്കിലെല്ലാം ദിവസം, അതായത് ഡേ കുറഞ്ഞ ടൈമാണ്. പെട്ടെന്ന് രാത്രിയാവും. ഇപ്പോൾ നമ്മളത് 5:30 തന്നെ ഇരുടായിട്ടുണ്ട്. അപ്പോൾ ഞാനും സിദ്ധാർത്ഥും കൂടി 2 ആൾക്കാർ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം വണ്ടികൾ മാറി ഡ്രൈവ് ചെയ്ത് ലഞ്ച് സ്പോട്ടിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തതെല്ലാം. അത് കഴിഞ്ഞ് പെട്ടെന്ന് ആക്ച്വലി പറഞ്ഞാൽ ലൈറ്റെല്ലാം പോയി തുടങ്ങി. എനിവേ നമ്മളെ എക്സ്പീരിയൻസ് കുറിച്ച് പറയുകയാണെങ്കിൽ 2 പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണുള്ളത് ഇതിൽ വന്നിരിക്കുന്നത്. അതിലൊന്ന് 75 കിലോമീറ്ററിൻ്റെ ബാറ്ററിയും 52 കിലോമീറ്ററിൻ്റെ ബാറ്ററി ഉള്ളത്. പവർ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിക്കാം. എന്നുവെച്ചാൽ ഞാൻ ഡ്രൈവ് ചെയ്ത് ഇനി സംസാരിക്കുന്ന സമയം കുറവാണ് ലൈറ്റിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്രീഫ് ചെയ്യാം, ബാക്കി ഞാൻ ഡീറ്റെയിൽ എഴുതി കാണിക്കാം. അതിൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എക്സ്റ്റൻഡഡ് റേഞ്ചുള്ള മോഡലാണ്. അപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് പ്രകാരം 644 കിലോമീറ്ററാണ് ലഭിക്കുക. അതുപോലെ തന്നെ കുറഞ്ഞ റേഞ്ചിന് 440 കിലോമീറ്റർ ലഭിക്കുക. ഇത് നമ്മളിപ്പോൾ ഓടിക്കുന്ന എക്സ്റ്റൻഡ് വീൽ ബേസിന് 622 കിലോമീറ്ററും കുറഞ്ഞ റേഞ്ചിന്, അതായത് 50 കിലോമീറ്ററിൻ്റെ ബാറ്ററിക്ക് 52 കിലോമീറ്റർ അവർ ബാറ്ററിക്ക് വരുന്നത് 440 കിലോമീറ്റർ റേഞ്ച്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് വെച്ചിട്ട് അരമണിക്കൂറിൻ്റെ നിങ്ങൾക്ക് 420 കിലോമീറ്റർ കൂട്ടാൻ പറ്റും എക്സ്റ്റൻഡ് വീൽ ബേസിന്. അതാണ് ഒരു കണക്ക്. അതായത് ഒരു 20 to 80 കിലോമീറ്റർ അത്രയും കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ക്ലെയിം ചെയ്യുന്നത്. ഇപ്പം ഏതൊരു ഇലക്ട്രിക് കാറിനെ പോലുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ഡ്രൈവിൽ കിട്ടുന്നുണ്ട്. ഇതിൽ ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതിൽ സ്പോർട്ട് കിട്ടാനുള്ള പെർഫോമൻസ് ഉണ്ട്, ഇക്കോ ഉണ്ട്, നോർമൽ മോഡലുണ്ട്. പക്ഷേ അതിൽ വലിയ ഡിഫറൻസ് നോർമലും അതുപോലെ തന്നെ കംഫോർട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി സ്പോർട്ട് മോഡലാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ അധികം സ്ഥലത്തും ഇവിടെ സ്പീഡ് ഭയങ്കര റെഗുലേറ്റഡ് ആണ്. നമുക്ക് പലപ്പോഴും പുഷ് ചെയ്യാൻ തോന്നും നമുക്ക് 80 കിലോമീറ്ററും പെട്ടെന്ന് കുറഞ്ഞിട്ട് പെട്ടെന്ന് 60 ആവും, 50 ആവും, ചിലപ്പം 15 വരെ കിട്ടി, 15 km/h. അപ്പോൾ ആ റേഞ്ചിൽ വരെ ചിലപ്പോൾ ഓടിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഓട്ടോബാൻ അങ്ങനത്തെ റോഡൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് സ്പീഡെല്ലാം നമുക്ക് കിട്ടിയ ഓടിക്കുമ്പോഴുള്ള ഒരു കാര്യം പറഞ്ഞാൽ സ്റ്റിയറിങ് പ്രിസൈസാണ്, സോഫ്റ്റ് സൈഡാണ്. പക്ഷേ നമുക്കൊരു കൺട്രോൾ ലഭിക്കുന്ന രീതിയിൽ കോൺഫിഡൻസ് കിട്ടുന്ന റൈഡുകളിൽ. പിന്നൊരു കാര്യമുള്ളത് നമുക്ക് അതുപോലെ റൈഡാണ്. റൈഡ് സസ്പെൻഷനും റൈഡെല്ലാം തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും ബെറ്ററാണ്. കഴിഞ്ഞ ജനറേഷൻ ഞാൻ ഓടിച്ചില്ല, പക്ഷേ സിദ്ധാർത്ഥെല്ലാം ഓടിച്ചുകൊണ്ട് പറയും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ റിഫൈൻമെൻറ്റ് നല്ല നന്നായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിൻഡ് നോയ്സും എല്ലാം വളരെ കുറവാണ്. പക്ഷെ മഴ പെയ്യുന്നതും വെള്ളം നിൽക്കുന്ന സമയത്തും വെള്ളം ബോഡിയിലൊക്കെ അടിക്കുന്ന ആ നോയ്സ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാത്രം ഒരു ഓക്വേർഡായി തോന്നിയത്. ബാക്കിയെല്ലാം നല്ല ഉഷാറാണ്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും നല്ല സ്ട്രോങ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്തായാലും നിസാൻ ഉടനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മോഡലല്ല. ഇതിലിപ്പം ഇതിൻ്റെ മേലെ വന്നിരിക്കുന്ന ആരിയ ഉണ്ട്, അതുപോലെ തന്നെ പുതിയ മൈക്രീം ഈ മോഡൽസ് വരുന്നുണ്ട്, ഇലക്ട്രിക് മോഡൽസ്. പക്ഷേ ഇതൊന്നും തന്നെ ഇന്ത്യയിലേക്ക് വരുന്നതായിട്ട് സ്ട്രാറ്റജിക്കലി ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനായിരിക്കും ഇത്. കാരണം ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലൊരു പ്രൈസിങ് കൂടെ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വണ്ടി, അതിൻ്റെ പുറമേ നമുക്ക് ഈ പറഞ്ഞ പോലെ റേഞ്ച് നല്ലതാണ്, ക്വാളിറ്റി ഉണ്ട്, പിന്നെ അതിൻ്റെ സിസ്റ്റംസ് എല്ലാം നല്ലതാണ്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനായിരിക്കും. പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു ഗൂഗിൾ ബേസ്ഡ് സിസ്റ്റമാണ്. ബേസിക്കലി അത് ആൻഡ്രോയിഡ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. ആ സിസ്റ്റം ഈ പറഞ്ഞ നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാപ്ലേ പോലെയല്ല. ഇത് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം അത് മൊത്തം അലനൈസ് ചെയ്തിട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ ഈ മാപ്പും കാര്യമെല്ലാം ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിന് ഗൂഗിൾ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഗൂഗിളിൻ്റെ സിസ്റ്റംസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മളെ ഫോണ് കണക്ട് ചെയ്യണമെന്നില്ല. കണക്ട് ചെയ്യാൻ പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് തന്നെ ഫ്ലോലെസ് ആയി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ഗൂഗിൾ reduce the temperature. Sure. Turning down the temperature by 2 degrees. അത് പെർഫെക്റ്റ്ലി ആണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വേണം, നമുക്ക് ആ ഓപ്ഷൻ പറയുകയാണെങ്കിൽ ഹലോ ഗൂഗിൾ, ഹലോ ഗൂഗിൾ, ഹായ് ഗൂഗിൾ, I'm hungry. Sorry, I don't understand. Hello Google. Hi Google.
Chinese. In Chinese, that's 我饿了. That is a good one. So actually, It's translating what you're saying. എക്സാക്ട്ലി ആക്ച്വലി ഇവർ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തന്നൊരു കാര്യമായിരുന്നു ഐ വാണ്ട് ചൈനീസ് പറഞ്ഞാൽ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കാണിക്കുന്നുള്ളൂ ഇപ്പം ഇതാണ് കാണിച്ചത് എന്താ ചെയ്യുക. ഓക്കെ അപ്പോൾ വേറെ ഒന്ന് ചോദിക്കാം. ഹായ് ഗൂഗിൾ, ഹേ ഗൂഗിൾ, ടേക്ക് മീ ടു പിസ്സ പ്ലേസ്. Just a moment. It looks like there's no connection, and I couldn't find pizza place in your downloaded map. വെരി ഗുഡ്. സോ എല്ലാ രീതിയിലും അത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് നമുക്ക്. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ കണക്ഷൻ ഇല്ലാത്ത പ്രശ്നമായിരിക്കും. എനിവേ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടാകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണക്ടിവിറ്റി ഫീച്ചറിലും ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പ്രോ പൈലറ്റ് അസിസ്റ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മളതിട്ട് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മറ്റുള്ള പല വണ്ടികളും കണ്ട പോലെ ഈ വണ്ടി അസസ് ചെയ്തിട്ട് റോഡും സിറ്റുവേഷനിൽ അസസ് ചെയ്ത് ബ്രേക്ക് ചെയ്യണം, സ്ലോ ചെയ്യണം, എല്ലാം ചെയ്യും. അതുപോലെ തന്നെ ഫാസ്റ്റ് ആണെങ്കിൽ ഫാസ്റ്റ് മുമ്പത്തെ വണ്ടീനെ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ച് സ്പീഡ് പിടിച്ചു പോകും. അപ്പോൾ ഇതെല്ലാം തന്നെ ആക്ച്വലി ഒരു ഓട്ടോ പൈലറ്റ് ഫീച്ചറാണ്. അതിന് പുറമെ അഡാസിൻ്റെ ഏറ്റവും ലെവൽ 2 ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ ഫങ്ഷനിങ് വെരി വെൽ. ഈ പറഞ്ഞ പോലെ വല്ല നെറ്റോ ഇല്ലെങ്കിലുള്ള പ്രശ്നമുള്ളൂ. പക്ഷേ ഈ ഇതിനൊന്നും അത് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളിന്നിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലല്ല ഓടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലുള്ളത് ഇപ്പം ടോക്ക് എടുക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാം തന്നെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ മറന്ന ഒരു കാര്യം ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. നല്ല സൗണ്ട് സിസ്റ്റമാണ്, എഫക്റ്റീവ് എല്ലാമാണ്. പക്ഷേ ഇതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം എന്താ വെച്ചാൽ നമ്മൾ ഇതിലുള്ള കമാൻഡ്സ് എല്ലാം ഡ്രൈവറിനുള്ളതാണെങ്കിൽ ഇവിടെ ഒരു സ്പീക്കറുണ്ട്. അതിലൂടെ പറയും, നമ്മളെ ചെവിയിൽ പറയും. അത് സ്വകാര്യമായിട്ട് പറയണമെങ്കിൽ നമുക്ക് സൗണ്ട് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അലേർട്ട് ആക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള സൗണ്ടും വരുന്നുണ്ട്. പെട്ടെന്നെല്ലാം പേടിച്ചോ. അപ്പോൾ ഈ ഒരു ഫീച്ചറുണ്ട്. എൻ്റെ പ്രത്യേകം വെച്ചാൽ ഇത് സൗണ്ട് ബാക്കിയുള്ളവർ കേൾക്കാൻ പറ്റും. പക്ഷേ ഡ്രൈവേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അറ്റൻഷൻ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സംഗതിയാണ് ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ ഉള്ളത്. എന്തായാലും ഇന്ന് നമുക്ക് അറിയാം ഇതിപ്പോൾ നമ്മളെ നാട്ടിലേക്ക് വരാൻ പോണ വണ്ടിയില്ല. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിസാൻ ഒരു ലിമിറ്റഡ് ഇമ്പോർട്ടായിട്ട് ഇത് കൊണ്ടുവരുന്നതല്ലായിരിക്കും. ഇത് കൊണ്ടുവരാം, അവർക്ക് ഈ പറഞ്ഞ പോലെ പുതിയ മൈക്രോ കൊണ്ടുവരാം. അതേപോലെ തന്നെ ആര്യ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആരെയും കൊണ്ടുവരാം വേണമെങ്കിൽ അത്രയും വലുത്. പക്ഷേ എനിക്ക് ഈ 2 മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവരാൻ നല്ലതെന്ന് തോന്നുന്നുണ്ട്. എല്ലാം എന്തായാലും നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇതൊന്നും ഞാനല്ല ഡിസൈഡിൻ്റെ, നമുക്ക് പറയാം കമ്പനിയോട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയണം തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഈ പുതിയ നിസാൻ ലീഫ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി, കാണാനാണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം എങ്ങനെ തോന്നിയുള്ള കമൻറ്റിൽ പറയാം. അടുത്താണ് നമ്മൾ മറ്റൊരു വണ്ടിയായിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിങ്.